നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ സംഭവിച്ചത് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെയും നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാനിൻ്റെയും വർക്കിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസ് ആയാലും ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ വീഡിയോസ് ചെയ്തത്. വീഡിയോസ് എടുക്കാനുള്ള സമയമല്ല പറഞ്ഞത്, മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ റൈറ്റ് സപ്പോർട്ടുകൾ അത് കിട്ടിയിരുന്നത്. മാർക്കറ്റിലൊക്കെ ഏതൊരു ഏരിയയിലായിരിക്കും റൈറ്റ് സപ്പോർട്ട് എന്ന് ഒരുപാട് അനാലിസിസ് ചെയ്തതിന് ശേഷം എടുത്തതായിരുന്നു റൈറ്റ് സപ്പോർട്ട് നൽകിയിരുന്നത്. അതിൻ്റെ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഇന്നലത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇന്ന് മാർക്കറ്റ് വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം സെന്റിമെന്റിൽ കാണിച്ചു തന്നു, വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ചെറിയ ടൈം പീരിയഡിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരേ ഒരു ഏരിയ 23,530 വേറൊരു ഏരിയയിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നതിന്റെ എക്സാക്റ്റ് ആയിട്ട് 23,530 ഒരു ബൗൺസ് നോക്കുക. എത്രയാണ് ലോ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഒരു ലോ വന്നിരിക്കുന്നത് എത്രയാണ് നോക്കുക. 23,530 താഴെ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് 23. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവൽ വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 23,482 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ രണ്ട് സപ്പോർട്ടുകൾ നൽകി, രണ്ട് സപ്പോർട്ടുകൾ നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ സപ്പോർട്ടുകളൊക്കെ നൽകിയിരുന്നത്. റൗണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന പ്ലാൻ ശ്രദ്ധിക്കുക. അതായത് 23,410 ഹോൾഡ് ചെയ്തുകൊണ്ട് 432 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്ത ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 23,410. ഇതാണ് ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈ വന്നത് ശ്രദ്ധിക്കുക. ആ ഒരു ബൈ വന്നതിന് ശേഷം തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷൻ ഹൈലി ഒരു വോളറ്റൈൽ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അതായത് മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി ഇൻഡെക്സ് VX കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും. മാർക്കറ്റിൽ ഇന്നത്തെ ഒരു വിക്സ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇന്നത്തെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഇന്ന് ഓൾമോസ്റ്റ് അപ്പ് സൈഡിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫാൾ ആയിരുന്നത്. അതിനുശേഷം ഇന്നൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ്. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മളത് പറഞ്ഞിരുന്നു, ഇത് ഇന്ത്യ വിക്സ് കൂടുകയാണ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു വോളിയം കൂടുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. നമ്മൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, സിറ്റുവേഷൻ മാർക്കറ്റിൽ മനസ്സിലാക്കാം. മാർക്കറ്റിൽ ഈ വിക്സ് എത്രയാണ്, മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റി എത്രയാണ്, അതൊന്നും നോക്കേണ്ട കാര്യം വരാറില്ല. അപ്പൊ എപ്പോഴും ആ ഒരു റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ മാർക്കറ്റ് നടത്തും. അതായത് ഇന്നത്തെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക, സഡൻ ഫാൾ ആയിരുന്നു. ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. ഹയർ ലെവല് നമ്മൾ ഫിൻ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും റെസിസ്റ്റൻസ് നൽകിയിരുന്നില്ല, കാരണം ഹയർ ലെവൽ റെസിസ്റ്റൻസ് നൽകിയാൽ വർക്ക് ചെയ്യില്ല. കാരണം അങ്ങനത്തെയാണ് ആ ഒരു മൊമെന്റം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹയർ ലെവൽ വേറെ റെസിസ്റ്റൻസ് നൽകാത്തത്. അതായത് എക്സാക്റ്റ് ആയിട്ട് നോക്കുക, മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി സപ്പോർട്ടിലാണ്. അതിനുശേഷം ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുക, ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയുടെ അഗേൻസ്റ്റ് ആയിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി മാർക്കിങ്. ബാങ്ക് നിഫ്റ്റി നോക്കുക, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇതാണ്, ഓപ്പൺ ചെയ്തിരിക്കുന്ന എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി 50,400 താഴെ മാത്രം, 50,400 താഴെ മാത്രമാണ് നമ്മൾ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നത്. അതിനുശേഷം അതിൽ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ നിന്നുള്ളൊരു നല്ലൊരു ബൗൺസ് ആയിരുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം, വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ നിലനിർത്താൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ഡേ ക്യാൻഡിലും റെഡ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കാണിച്ചു തന്നിരുന്നു, സൂചിപ്പിച്ചായിരുന്നു, ഹയർ ലെവലിലേക്ക് സസ്റ്റെയിൻ ചെയ്ത്
ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ട്, അതായത് ഓപ്പണിങ്ങിന്റെ പ്രൈസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും. പക്ഷെ ഇപ്പോൾ ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. ഈ ഒരു ട്രെൻഡ് നെഗറ്റീവ് ആകണമെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ലോവർ ലെവൽ സ്ട്രോങ് സപ്പോർട്ട് 23,200 അടുത്താണ്. 200 താഴത്തേക്ക് നിലനിർത്തിയ ഈ ട്രെൻഡ് വീക്ക്നെസ് ആകും. ഈ ഒരു ട്രെൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാനേജ് ചെയ്യേണ്ട പ്ലാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു, ഇത് റൗണ്ട് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ അത് മാനേജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 23,470, 23,505 ഈ റേഞ്ചിന്റെ ഇടയിൽ, അതായത് ഈ മാർക്ക് ചെയ്ത ഈ റൗണ്ടിന്റെ ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 23,505 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. മാക്സിമം സ്റ്റോപ്പ് ലോസ് 470 ആണ്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത കാലിന് തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. അടുത്ത റെസിസ്റ്റൻസ് 23,552. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,560, 552 ഇടയിലാണ്. ഈ റെസിസ്റ്റൻസ് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,504 റെസിസ്റ്റൻസ്. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് ബൈ ഓപ്പർച്യൂണിറ്റി. 23,572 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 23,630. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് ഷോർട്ട് സെല്ലിന് മാത്രം സാധ്യത. ഈ ഒരു സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ല് കൂടുതൽ ആക്റ്റീവ് ആകും. കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചായിരുന്നു, മാനേജ് ചെയ്യേണ്ട രീതി സൂചിപ്പിച്ചായിരുന്നു. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ 23,407 താഴെ ചെറിയ ടൈപ്പിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 435, 410 സപ്പോർട്ട്, 395, 410 സപ്പോർട്ട്. നമ്മളിവിടെ ചെറിയൊരു ഡിഫറൻസിലാണ് മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞു, ചെറിയ ഡിഫറൻസ് ഇട്ടാലും അത് വർക്ക് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് 410 ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്ത ചെറിയൊരു ഡിഫറൻസിലാണ് ഇവിടെ സപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. ആ എക്സാക്റ്റ് ആയിട്ട് അത് ഇവിടെ വർക്ക് ചെയ്യും. മുൻ വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിങ്ങൾക്ക് മാർക്കറ്റിൽ അത് വർക്ക് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വരും. 23, 335, 320 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ 23,320 സപ്പോർട്ട്. ലോവർ ലെവൽ സപ്പോർട്ടുകൾ 200 അടുത്ത് സ്ട്രോങ് സപ്പോർട്ടാണ്. ലോവർ ലെവൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് നോക്കുക. ഈ ഒരു സപ്പോർട്ടിന്റെ ഇടയിലാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി, ഇത് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. സ്റ്റോപ്പ് ലോസ് 23,335 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നനുസരിച്ച് ഒന്ന് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലോവറിലുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ നോക്കുക. 51,600, 600 താഴെ വീക്ക്നെസ് ആണ്. 600 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നവർ. അതിനുശേഷം 51,975, ഇത് തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. 975 മുകളിൽ ഓപ്പൺ ചെയ്താൽ പോസിറ്റീവ്. സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് 975 തന്നെയാണ്. അതിൻ്റെ താഴെ നിന്ന വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് 51,600 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യത. 51,35 അടുത്ത സപ്പോർട്ട്, 50,410 അടുത്ത സപ്പോർട്ട്. ഇതനുസരിച്ച് ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവൽ 23,150, അതുപോലെ തന്നെ 22,985, 940. ഇത് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോവർ ലെവൽ 22,765, 22,650, 22,580. കുറച്ച് താഴെയൊക്കെയാണ് സപ്പോർട്ടുകൾ. വൈഡ് ആയിട്ടുള്ള റേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. മാർക്കറ്റ് വീഡിയോസിലായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.